ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യണത് ഒരു കൂട്ടം ആന ഉണ്ട് ആ മുകളിൽ. അവിടെ ഒരു മല ഉണ്ടല്ലോ. വളവുകളിൽ നിന്ന് പോകാൻ ചെറിയൊരു ഭയം. ആന ഉണ്ടോ നോക്കി വേണം പോകാൻ. കാട് കണ്ടില്ലേ, ഇവിടെ വന്യമൃഗങ്ങൾ നിൽക്കണമെങ്കിൽ കാണുക പോലുമില്ല. பக்கத்துல தானே அது நடந்துச்சு. இப்போ வயநாட்டில் நடந்துச்சு. ரொம்ப சங்கடமான ஒரு இது. அப்போ அது பார்க்குற போது நம்ம நிம்மதியாக நைட்டு தூங்க முடியாது. பேசுங்க பேசுங்க. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളുടെ യാത്ര കോക്കാൽ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ്. കോക്കാൽ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലൻ്റെ അടിവാരത്തുള്ള ഒരു കൊച്ചു ഗ്രാമം, ഒറ്റപ്പെട്ട ഗ്രാമം, അവസാനത്തെ ഗ്രാമം. സാധാരണ നമ്മൾ വിസിറ്റ് ചെയ്യാറുള്ള ഗ്രാമങ്ങൾ പോലെ തന്നെ അതിനേക്കാളും കുറച്ച് ഡിസ്റ്റൻസിലും ഒരു മലൻ്റെ ചെങ്കുത്തായ സ്ഥലത്ത് ചെയ്യുന്ന ചെറിയൊരു ഗ്രാമം. ഇന്ന് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഇത് ഗൂഡല്ലൂർ ടൗൺ വഴിയാണ് നമ്മൾ പോവുക. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മല കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടിയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. ഞാനിതിന് മുമ്പും അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പോകാനുള്ള കാരണം ഒക്കെ നമുക്ക് വിശദമായിട്ട് പോകുമ്പോൾ സംസാരിക്കാം. ഞാനിതിൻ്റെ മുമ്പും ഈ ഒരു വില്ലേജിലേക്ക് പോയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പോകേണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വയനാടുണ്ടായ ദുരന്തം, അതായത് ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലുണ്ടായല്ലോ, അത് അന്ന് ആ ദിവസം ഭയങ്കര ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ആ മഴ ഈ ഭാഗത്തും പെയ്തിരുന്നു. അപ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായി. പക്ഷേ ഇവിടെ ചില വീടുകൾക്ക് ഒരു വിള്ളലുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാട്സപ്പ് വഴി പ്രചരിച്ചിരുന്നു. അപ്പം അവിടെയുള്ള ജനങ്ങളെല്ലാം മാറ്റി പാർപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രചരണം നടന്നു. അപ്പോൾ എല്ലാവരും ഒരു ഭീതിയിലായിരുന്നു. കാരണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു പേടി തോന്നും. പിന്നെ ഇതുപോലത്തെ ഓരോ വിള്ളലും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കര ഭീതിയിലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം അതൊന്നും ആയിരുന്നില്ല. ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റൽ മീൻസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വിപുലീകരണം ഭാഗമായിട്ടൊരു ബിൽഡിങ് ഈ അതിൻ്റെ പുറകുവശത്തായിട്ട് ഉയരം കൂടിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ മണ്ണിടിച്ച് അവിടെ ഒരു ബിൽഡിങ് കെട്ടി പൂർത്തിയാക്കിയെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ മണ്ണെടുത്ത ഭാഗത്ത് റിവീറ്റ്മെൻറ്റ് കെട്ടാതെ വിട്ട കാരണം അവിടെ കുറച്ച് മണ്ണിടിഞ്ഞ് പോയതാണ് ഇതിന് കാരണം എന്നാണ് വിദഗ്ധർ പറഞ്ഞത്. പക്ഷേ ഈ ജനങ്ങൾ, ചില ആളുകളൊക്കെ ഇത് വാട്സപ്പ് വഴി വേറെ എന്തൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊടുത്ത ജനങ്ങളൊക്കെ ഏകദേശം ഒരു 1000-ൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കോക്കാലിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് അതിലൂടെയാണ് പോകുന്നത്. നമ്മളതൊന്ന് ജസ്റ്റ് കാണും ചെയ്യാം. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വിണ്ട് പൊളിഞ്ഞ് കിടക്കുന്ന വീടുകൾ കാണാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ആ വഴിക്ക് നമുക്കങ്ങനെ പോകാം. പോയിട്ട് ഈ ഭീതി വരുത്തുന്ന മല, അതായത് കോക്കാൽ മലയ്ക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് വരുത്തുന്ന പല ആളുകളും ആ മല ഇതവിടെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. നമ്മൾ പോകുന്നത് ഇതാ ഇവിടെ ഈ റോട്ടിൽ നിന്ന് ഇവിടുന്ന് ഇടത്തോട്ട് കയറി വേണം പോകാൻ. കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വഴിക്ക് കയറി വേണം പോകാൻ മുകളിലേക്ക്. കണ്ടില്ലേ, ഇതാണ് റോഡ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്, കണ്ടില്ലേ, ഗൂഡല്ലൂർ നഗരാക്ഷി കോക്കാൽ വാർഡ് N2. ഇതുവഴി നമ്മൾ പോകാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീടുകളിലെല്ലാം ഈ ഒരു ഭീതി ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ചെറുതും വലുതും ഇരുനിലയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഈ വീടുകളിലുള്ള ആളുകളൊക്കെ മാറ്റി താമസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഒരു ഭീതി ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നിന്ന് നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇപ്പം നിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങോട്ട് നല്ല കയറ്റാണ്, കണ്ടില്ലേ, കയറ്റം. അതായത് നമ്മൾ മുന്നിൽ കാണാൻ ഒരു മല, ആ മലൻ്റെ അടിവാരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ, കേത്തി കുണ്ടാട്. ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വൃദ്ധസദനമൊക്കെ ഉണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം അവിടുന്ന് മാറ്റി പാർപ്പിച്ചു എന്നൊക്കെ ആയിരുന്നു നമ്മൾ പറയുന്നത് കേട്ടത്. ആ വൃദ്ധസദനം ഈ വഴിക്കാണുള്ളത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ വഴിയാണോ താഴെ വഴിയാണോ എന്ന് എനിക്കറിയില്ല. ഇതാണെന്ന് തോന്നുന്നു. അവിടെ കാണുന്ന കെട്ടിടമാണ്. ആ ഗേറ്റ് ഉണ്ട്, കവാടം. അതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്നല്ല എല്ലാ
വയോജനങ്ങളൊക്കെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഈ താഴെ കാണുന്ന വീടുകളിലെല്ലാവരും ജനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് അന്ന് മാറി താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഉള്ള ഇറക്കം, മെയിൻ റോഡ് വരെയുള്ള എല്ലാ വീടുകളിലും ഈ ഒരു വീതി ഉണ്ടായിരുന്നു. ചില വീടുകൾക്കൊക്കെ ചെറിയ രീതിയിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കല്ലിളകി പോവാം, വീട് കുറച്ച് ഭൂമിയിലേക്ക് താന്നു പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഈ പറയപ്പെട്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാണുന്ന മല, ഈ ഇടത് ഭാഗത്ത് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി പോകാൻ പോവാണ്. ആ മോൾ ഭാഗത്തുള്ള വലിയ ഒരു മലയായിരുന്നു എല്ലാവർക്കും ഭീഷണി. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ആ മലേൻ്റെ അടിയിൽ ചെറിയൊരു ഗ്രാമമുണ്ട്, നമുക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഭീഷണിയൊന്നുമില്ല. അത് വെറും വാട്സപ്പ് വഴിയുള്ള കള്ളപ്രചരണങ്ങളായിരുന്നു. പിന്നെ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുകയും കൂടെ ചെയ്തപ്പോൾ ആരും വിശ്വസിച്ച് പോവും. അങ്ങനെയാണ് അത് സംഭവിച്ചത്. മലവെള്ളം, ചോലവെള്ളം വരുന്നുണ്ട് അവിടെ. കയറ്റാണ്, നല്ല കയറ്റം കയറി വേണം പോവാൻ. ചായ എസ്റ്റേറ്റുകളുണ്ട്. എസ്റ്റേറ്റുകളെല്ലാം കിടന്നാണ് പോകുന്നത്. ചെറിയ റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്, നല്ല കയറ്റമാണ്. ബസ്സൊന്നും പോകാൻ പറ്റാത്ത റോഡാണ്. അവിടെ ബസ്സൊന്നും ഉണ്ടാവില്ല. കുറച്ച് മുകളിലോട്ട് കയറി ഇവിടെ മൊത്തം ആനപ്പിണ്ടങ്ങളാണ്. ഇവിടെ ആന ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ്. ആനപ്പിണ്ടം ഇവിടെ നിന്നിട്ട് ഫോറസ്റ്റായി ഉണ്ടല്ലേ. ചെറിയ ചെറിയ വളവുകളാണ്. ആന നിൽക്കേണ്ട അറിയില്ല, അതാണ് പേടി. കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടേക്ക് ഒന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ. കുറേ ഭാഗം ഫോറസ്റ്റും കുറേ ഭാഗം തേയില എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് മല, കൊക്കാൽ മല കാണാം. വീണ്ടും പോകണം. വളവുകളിൽ നിന്ന് പോകാൻ ചെറിയൊരു ഭയം. ആനയുണ്ടോ നോക്കി വേണം പോകാൻ. കുഴപ്പമില്ല. ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഈ പകൽ സമയത്ത് വരെ ഇവിടെ ഇങ്ങനെ ആനകളുണ്ടാവും കൂട്ടമായിട്ട് ഉണ്ടല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും ആ ഒരു ഫോറസ്റ്റിൻ്റെ അടിവാരത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. റോഡുണ്ട്, ഏതായാലും ടാറ് ചെയ്ത് കൊടുത്താന്ന് തോന്നുന്നു ഈ ഇടയായിട്ട്. കാരണം അവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ആ സ്ഥലത്ത്. കാട് കണ്ടില്ലേ, ഇവിടെ വന്യമൃഗങ്ങൾ നിൽക്കണ കാണുക പോലുമില്ല. റോഡിലേക്ക് മൂടി നിൽക്കുക കാട്. ഉണ്ടല്ലേ. ആനപ്പിണ്ടാവോ? ആനപ്പിണ്ടം പിണ്ടുണ്ടായിക്കോട്ടെ, ആനല്ലായിരുന്നു അത്. ഇവിടെ
ഇതൊക്കെ മുമ്പ് കല്ല് റോഡായിരുന്നു, ഒരു മണ്ണ് റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഫോറസ്റ്റ് വനം വകുപ്പിൻ്റെയോ ഒരു എന്തോ ഒരു സ്ഥാപനമുണ്ട്, വാച്ച് ടവറാണ്. ഫുൾ ഫെൻസിങ് കൊടുത്ത് ഭയങ്കര സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. ഇതെന്താ സൈൻ ബോർഡ്? നമ്മൾ ഏകദേശം ആ മലൻ്റെ മറ്റൊരു സൈഡിലുള്ള ആ ഗ്രാമത്തിലെത്തി. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്, ബട്ട് ഇപ്പോൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണമെന്ന് തോന്നി, ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നപ്പോൾ നല്ല റോഡൊക്കെ ഉണ്ട്. മുമ്പ് ഞാൻ വരുമ്പോൾ റോഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് കണ്ട ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. നമ്മളെ വില്ലേജിലെത്തി ഏകദേശം. നല്ല തണുപ്പ് കേട്ടോ ഇവിടെ പോകുമ്പോൾ. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ കോഫിയാണ് ഫുള്ളായിട്ട്, കോഫി പ്ലാന്റേഷനാണ്. എത്തിപ്പോയി അങ്ങനെ നമ്മൾ കോക്കാൽ വില്ലേജിലേക്ക് എത്തി. തുടക്കത്തിൽ തന്നെ ഒരു വീടും ഒരു ക്ഷേത്രം പിന്നെ ഒരു സ്കൂളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. കണ്ടില്ലേ, ഇതവിടെ സ്കൂളുണ്ട്, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് കോക്കാലല്ല, കോക്കാലം മലൻ്റെ പേരാണ്. പക്ഷെ ഇത് കോക്കാൽ എന്നിങ്ങനെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് ലാർസ്റ്റൻ എന്നാണ്. ലാർസ്റ്റൻ. അവിടെ സ്കൂളിൻ്റെ ഇതിൻ്റെ മേലെ ബോർഡുണ്ട്, ഊറാക്ഷി തുടക്കപ്പള്ളി ലാർസ്റ്റൻ എന്നാണ് ഇതിന്മേൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരൊറ്റൊരു കെട്ടിടം മാത്രമേ ഉള്ളൂ സ്കൂളിന്. ഇവിടെ അതിൻ്റെ ഒരു അനുബന്ധ ബിൽഡിങ്ങും, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പിന്നെ ഒരു 3-4 വീടും അതിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ ലാർസ്റ്റനിലെത്തി. ദിസ് ഈസ് ലാർസ്റ്റൻ വില്ലേജ്. ഇവിടെ ഒരു വീട്, അവിടെ ഒരാൾ വീട്ടിൽ. യെസ്, അങ്ങനെ നമ്മൾ ആ വില്ലേജിലേക്ക് എത്തി. കൊച്ചു വീടുകളും ഒക്കെയുള്ള കടയാണ്, അടഞ്ഞു കിടക്കുന്നു. ഉള്ളിലൂടെയൊക്കെ വീടുകളുണ്ട്. ഇവിടം വെച്ച് അവസാനിക്കുന്നു. ഈ ഗ്രാമം തന്നെ ഇവിടെ വെച്ച് അവസാനിച്ചു. ലാസ്റ്റ് എൻഡ്. വീടുകളെല്ലാം മേൽഭാഗത്തേക്കാണ്. നമുക്ക് അവിടെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് മുകളിൽ കൂടെ ഒക്കെ ഒന്ന് കയറിപ്പോയി നോക്കാം. സുഹൃത്ത്, നമ്മൾ ഇപ്പോൾ കോക്കാൽ ലാർസ്റ്റൻ വില്ലേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യണത് ഒരു കൂട്ടം ആന ഉണ്ട് ആ മുകളിൽ. മലമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കുറച്ച് താഴെ ഇത്ര നേരം ഉണ്ടായിരുന്നത്. ഇവിടെ പൊതുവേ ഉള്ളതാണ് എപ്പോഴും, ഏത് സമയത്തും. അപ്പോൾ ഞാനിവിടെ വന്ന് നിന്നപ്പോൾ
ഇവിടെ വീട്ടിലൊരു അക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ അക്ക നമ്മളെ വിളിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാണ് അവിടെ ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇவ்வளோ நேரம் இங்கே தான் இருந்துச்சா? தண்ணி இருக்குல்ல, ஆமா, தண்ணி பக்கத்துல போய் நின்றுட்டு இருக்குல்ல. இங்கே கீழெல்லாம் இறங்கி வரும் தானே? இப்போ வராது, அது இப்போ தீன் இருக்குல்ல, இங்கிட்டெல்லாம் வந்ததில்ல. ஏன்னா காட்டுக்குள்ளே வந்துட்டு போயிருக்கு. இங்கிட்டெல்லாம் வராது, வந்தா இருக்க முடியுமாப்பா? இருக்க முடியாது. வந்தா எல்லாம் வெட்டிடுவாங்க. இந்த ரோடு இப்போ எவ்வளோ வச்சு போட்டுட்டு இந்த முதல்ல இங்கே வரும்போது ரோடு இல்லை. 2 மாதம் ஆச்சு, 2-3 மாதம் ஆகும். மே மாதம் போட்டாங்க. மே மாதத்துலாம் போட்டாங்களா? பஸ் வருமா? பஸ் இல்லை, பெரிய வண்டி வரும், பஸ்ஸெல்லாம் வரும். பஸ் இருக்கா இந்த ஊருக்கு? இல்லை இல்லை, பஸ் இல்லை, ஆட்டோ வரும், ஜீப்பு. ஆமாம், அந்த கீழெல்லாம் சின்ன சின்ன பெண்ட், அதெல்லாம் பஸ் வர்றது கஷ்டம். ஆனால் இந்த மாதிரி கல்யாணம் இதெல்லாம் வைப்பாங்கல்ல, பெரிய பஸ் வருமா? மினி பஸ், இது பெருசெல்லாம் മിനി ബസ് அந்த மாதிரி. അത് ശരി. അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ ഇങ്ങോട്ടാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത്. അത് ഇവിടെ ആന വരില്ലെന്നൊന്നും പറയല്ല, ഇവിടെ എല്ലാം ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് വീടുകളുള്ളത്. നമുക്ക് പറ്റിയൊന്ന് പോയി ഇങ്ങനെ കാണാം മേലെ വരെ. ഇത് ഉങ്ക വീടല്ലേ? വീട്ടിൽ നീങ്ങ മട്ടുന്നാണോ? உங்க மருமேனா? 3 மாசம் என்னாச்சு? ஹார்ட் அட்டாக். ஓஹோ, ப்ராப்ளம். எந்த ஊர் அவங்க? அவங்க இருக்கிறாங்க. இதே ஊர் தானா? இதே ஊர் தான். பையன் ஒருத்தன் இருக்கிறான், குழந்தை. வேலை கிடைக்கல பிள்ளைக்கு, வீட்டில் வச்சுக்கிட்டு இருக்கிறோம். நானும் எங்கள் வீட்டுக்காரரு, எங்கள் பிள்ளை, எங்கள் பையன் கோயம்புத்தூர்ல இருக்கிறோம். எத்தனை பேர் இருக்காங்க அந்த வீட்டில்? நானும் எங்கள் பிள்ளை, எங்கள் வீட்டுக்காரரு, எங்கள் பையன், எங்கள் பிள்ளையோட பேர പയ്യൻ. എല്ലാവരും വന്നിട്ട് ആനനെ നോക്കി നിൽക്കുകയാണ്. ഒരൊറ്റ ആന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പതിവ് പോലെ ക്യാമറ ചതിച്ചു സുഹൃത്തുക്കളെ. ഞാൻ ആ വീടുകൾക്ക് കയറി പോകാൻ വേണ്ടി പുറപ്പെട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയി. ഇപ്പോൾ വന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്താൽ നോക്കുമ്പോൾ വോയിസ് ഒന്നും തന്നെ റെക്കോർഡായിട്ടില്ല, ഈ ഒരു ഭാഗം. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനൊരു വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഇടവഴികൾ ഒരുപാടുണ്ട്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ ഒരു സിമെൻറ്റിൻ്റെ ഫുട്പാത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ കയറി മോൾ വരെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അത്ര വലിയൊരു കണ്ടീഷനൊന്നും ഇല്ലാത്ത വീടുകളാണ്. റൂഫിങ്ങൊക്കെ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള. ഇപ്പോൾ നമ്മളൊരു ഫുട്പാത്തിലേക്ക് എത്തി. ഫുട്പാത്തിലൂടെ കയറി മുകളിലുള്ള അവസാനത്തെ വീട് വരെ നമുക്ക് പോകാൻ പറ്റും. താഴ്ന്ന റോഡിൽ നിന്ന് നേരെ മുകളിലേക്കുള്ളൊരു ഫുട്പാത്ത് റോഡാണ്. ഇതുവഴി നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പോകുന്ന വഴിക്ക് തന്നെ അങ്ങനെ ആളുകളെ ഒന്നും കാണാനൊന്നുമില്ല. താഴെ കുറച്ച് ചേച്ചിമാരെ കണ്ടിരുന്നു. അപ്പോൾ അവരോട് അനുവാദം ചോദിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരും കണ്ടില്ല. ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ താഴേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു, ചേട്ടൻ എന്നോട് സംസാരിച്ചു. ബട്ട് ചേട്ടൻ സംസാരിച്ചു ഒന്നും റെക്കോർഡായിട്ടില്ല. അപ്പോൾ ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ ചേട്ടന് ആടുകൾക്ക് പ്ലാവിൻ്റെ ഇല വെട്ടാൻ വേണ്ടി പോവുകയാണെന്നാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ താഴെ പ്ലാവിൻ്റെ ഇലകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്ലാവിൻ്റെ ഇല മാത്രമാണോ ആട് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് വേറെ എന്തൊക്കെയൊക്കെ തമാശയൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്താണെന്ന് തന്നെ എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം വോയിസ് റെക്കോർഡായിട്ടില്ല. എന്തായാലും താഴെ മരമുണ്ട്, പോയി ഞാൻ സമയം കളയാതെ പോയിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടന് പതുക്കെ അങ്ങോട്ട് നീങ്ങി. പിന്നെ നമ്മളേതായാലും ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ വിചാരിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ ചില ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചില വീടുകളൊക്കെ ഉണ്ടെങ്കിലും മിക്ക വീടുകളും ഒരു കണ്ടീഷൻ ഇല്ലാത്ത വീടുകളാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഹോം സ്റ്റേ റിസോർട്ട് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ചെറിയൊരു കെട്ടിടം ഞാനിവിടെ കണ്ടിരുന്നു. അപ്പോൾ ഞാനതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കാണാം. ഈ ഒരു കെട്ടിടം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു റിസോർട്ട് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ ഈ വീട്ടിന് മുറ്റത്ത് നിൽക്കുന്ന അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു അത് റിസോർട്ടൊന്നുമല്ല, അത് അവിടെ താമസിക്കുന്ന ഒരാളുടെ വീടാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ അമ്മ നിൽക്കുന്നതിൻ്റെ പുറകിലുള്ളത് ഈ അമ്മ താമസിക്കുന്ന വീടാണ്. പിന്നെ ഇവർക്കൊക്കെ ഇപ്പോൾ ജോലി ഇല്ല അത്ര, അതായത് എസ്റ്റേറ്റിൽ മൊത്തം മഴ പെയ്തതുകൊണ്ട് ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആർക്കും ജോലി ഇല്ലാത്തതുകൊണ്ടൊക്കെ കഷ്ടത്തിലാണെന്നൊക്കെയുള്ള പരാതികളൊക്കെയാണ് എന്നോടിപ്പോൾ പറയണത്. അങ്ങനെ അതൊക്കെ കേട്ട് നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങി. നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി, ഗ്രീൻ ടീ, വൈറ്റ് ടീ,
ലീഫ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ BOP കട്ടൻ ചായക്കുള്ള പൊടികൾ ഇങ്ങനത്തെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ട് പല ആൾക്കാർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കൂടാതെ ഏലം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഊട്ടിയിൽ പ്രിപ്പയർ ചെയ്യുന്ന വർക്കി, അതായത് ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കിയിരുന്ന അതേ ഓവനിൽ വിറകടുപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഓവനിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ഊട്ടി വർക്കിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് അയച്ചു തരും. ഇപ്പോൾ കുറച്ച് മഴ കുറവാണ്, അല്ലെങ്കിൽ ഇതിലൂടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഒരാഴ്ചയായിട്ട് മഴ ഇല്ല. വീടിൻ്റെ ഒക്കെ കണ്ടീഷൻ കണ്ടോ, ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ കണ്ടോ, മുകളിലൊക്കെ ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭീഷണി തന്നെയാണ് ഇവിടെയൊക്കെ. ഭീഷണി മീൻസ് വീട് അത്ര വലിയൊരു സുരക്ഷിതമല്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേൻ്റെ നേരെ അടിഭാഗത്തേക്കായിട്ടുള്ള മല ആ ഭാഗത്തേക്കാണുള്ളത്. ഇവിടെ അതിന് വെള്ളപ്പാച്ചിലിനൊന്നും സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ കൂടുതലും എസ്റ്റേറ്റിൽ ജോലിക്കും കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള വീടുകളും മറ്റൊക്കെ ഇവിടെ കണ്ട ആൾക്കാരിരിക്കുന്നുണ്ട്. പോയി നോക്കാം. அம்மா வணக்கம். ஒன்றும் உங்கள் ஊர் சும்மா சுற்றி முன்னாடி வந்திருக்கேன். இதுக்கு முன்னாடி பார்த்துருக்கீங்க தானே? அதான் இப்போ மழையெல்லாம் அடிச்சதுக்கப்புறம் இப்படி இருக்கு ஊர் அப்படின்னு பார்க்க வந்தேன். பிரச்சனை எதுவும் இல்லைல்ல? இல்லை, இப்போ எல்லாம் இனிமேலுக்கு என்னமோ. அன்னைக்கெல்லாம் ரொம்ப மழை அடிச்சிருந்துச்சுல்ல கொஞ்ச நாள் முன்னாடி? அன்னைக்கெல்லாம் ஏதாவது ப்ராப்ளம் இருந்துச்சா? இல்லம்மா, இங்கிட்ட ஒன்றும் மண்ணு சரிவெல்லாம் ஒன்றும் இதுவரை பிரச்சனை இல்லை. இதுக்கு மேல பிரச்சனை வருது என்னன்னு தெரியல. இல்லை வராமல் இருக்கட்டும். கடவுள் தான் கடவுளை தான் வேண்டுறோம் நாங்க. எப்படிங்க தான் இருக்கு. ஒரு ஊர் பக்கம் சொல்லும்போது பயமா தான் இருக்கு. அது எல்லா இடத்துலயும் இருக்கு. பயப்பட வேணாம். இங்கெல்லாம் எந்த பிரச்சனையும் இல்லை. வச்சுக்கிட்டு எங்களுக்கெல்லாம் பயம்தான். இல்லை பயம் எல்லாருக்கும் தான் இருக்குக்கா. அப்போ பயப்பட வேண்டாம்னு தான் சொல்கிறாங்க அதிகாரிகள்லாம். ஏன்னா இந்த ஏரியாவில் எந்த பிரச்சனையும் இல்லைன்னு சொல்கிறாங்க. இந்த வாட்ஸ்அப் இதெல்லாம் வந்து இங்கே வதந்தி கிளப்பிட்டு இருக்காங்க. அதை நம்ப வேண்டாம்னு தான் சொல்கிறாங்க அவங்க. இருந்தாலும் மழை வந்தால் கொஞ்சம் பயமாக இருக்குது. அது இருக்கும், அது எல்லாருக்கும் இருக்க தான் செய்யுது. நம்ம பயம் இல்லாமல் வேறு எந்த இடத்துக்கு போனாலும் அங்கேயே ஏதாவது வர்றதுக்கு வாய்ப்பு இருக்குது. நம்ம அது ஒன்றும் சொல்ல முடியாது. அரசாங்கம் அவங்க அதிகாரிகள் என்ன சொல்கிறாங்களோ அது மட்டும் நம்ம பார்த்துலாம். அவங்க சரி உங்களுக்கு பிரச்சனை இருக்குது கொஞ்சம் வேறு இடத்துக்கு மாறிடுங்கன்னு சொன்னால் நம்ம மாறிட வேண்டியது தான். அவங்க இல்லை பிரச்சனை எதுவும் இல்லை அங்கேயே இருங்கன்னா இருக்க வேண்டியது. இல்லை அது அந்த மாதிரி நிலைமை வரும்போது அவங்க வந்து ஏதாவது ஒரு அடைக்கல் உங்களுக்கு கொடுப்பாங்க. அப்படியே தான் இருக்குது. எந்த பிரச்சனையும் இல்லை. அந்த மாதிரி பிரச்சனை இல்லை. தண்ணி தான் வரும். எதுவும் மண் சரிவு அந்த மாதிரி எல்லாம் எதுவும் கிடையாது. 6 வயசுல இருந்து இருக்கிறோம் இங்கே தான். இப்போ இவ்வளோ பயமாக இருக்குது. இப்போ தான் பயமாக இருக்குது. பயப்பட வேணாம், எதுவும் நடக்காது. பயப்பட இல்லை, பயம் வந்து எல்லாருக்கும் இருக்குக்கா. நம்ம யாரும் பயம் இல்லாமல் இல்லை. மழை பெய்யும் போது எல்லாருக்குமே பயம்தான். இது என்ன நடக்கும். இப்போ எவ்வளோ தூரம் கொஞ்சம் பக்கத்துல தானே அது நடந்துச்சு. இப்போ வயநாட்டில் நடந்துச்சு. ரொம்ப சங்கடமான ஒரு இது. அப்போ அது பார்க்குற போது நம்ம நிம்மதியாக நைட்டு തൂങ്ങ முடியாது. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ വാട്സപ്പ് സന്ദേശങ്ങൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. ഈ മലൻ്റെ അടിവാരത്തുള്ള ജനങ്ങൾക്കൊക്കെ ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്ദേശം ഇവിടെയൊക്കെ നല്ല രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് എല്ലാവരും ഒരു ഭയപ്പാടിലാണുള്ളത്. ഇപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കഥകൾ. இதான் உங்கள் வீடுங்களா? சரி சரி. என்ன வேலைக்கு போகிறீங்க? சப்பு வேலைக்கு போவோம். சப்பு இல்லை, இப்போ எல்லாம் வீட்டில் தான் இருக்கிறோம். அப்போ சப்பு கம்மி இல்லைங்களா? சப்பே வர்றது. இதெல்லாம் 3 வருஷம் வந்து எல்லாம் கிராக் ஆகுது தான். 3 வருஷத்துக்கு முன்னாடி என்னாச்சுங்க? எல்லாம் கிராக் ஆகுனது. பாருங்க பூசி வச்சிருக்கிறோம். அது ஒரு 3 வருஷத்துக்கு முன்ன. அதுக்கு பிறகு இது நாங்கள் உடச்சிட்டு கட்டணும். വേറെ കട്ടണിங்களா? ചെവറ് மட்டும் വെച്ചോ. മറുപടിയും മേടിക്കുതാ? ഇല്ല ഇല്ല. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടുത്തെ അവസ്ഥകൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ആർക്കും ജോലിയില്ല അത്ര. കാരണം ഇവിടെ എസ്റ്റേറ്റിൽ ആണ് എല്ലാവരും ജോലിക്ക് പോകുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെയുള്ള എസ്റ്റേറ്റിലൊന്നും തേയില ഇല പറിക്കണില്ല. അതുകൊണ്ട് ആർക്കും ഇപ്പോൾ പണിയില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പണിയൊക്കെ ഇല്ലാണ്ടിരിക്കുകയാണ്. ഇനി നല്ലൊരു വെയിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ളൂ ഈ തേയിലയൊക്കെ കിളുത്ത് വരും. ആ സമയത്ത് ഇവർക്ക് ഇനി ജോലി ഉണ്ടാവുള്ളൂ. അതുവരെ ഇപ്പോൾ എല്ലാവരും ജോലിയിലായിരിക്കുകയാണ്. അപ്പോൾ മൊബൈലിൽ നോക്കി സമയം കളയാണ് ഇപ്പോൾ പണി இல்லைங்களா? இப்போ வேலை எதுவும் கிடையாது எஸ்டேட்டில். மழை
மழை ஒரு வெயில் வந்தால் தான் இனி வேலை. வெயில் வரணும், நல்லா வரணும், நல்லா அடிக்கணும் வெயில். வெயில் அடிச்சா வேலை. இது உங்க வீடா? எங்க வீடு கீழே இருக்கு. கீழே இங்க கடை எல்லாம் கிடையாது. கடை எல்லாம் கிடையாது. கடை ஒரே ஒரு கடை இருக்கு, அது பூட்டிதான் இருக்கா? தட்டினா திறப்பாங்க. ஏன் திறக்கிறது இல்ல? நான் அன்னைக்கு வந்தப்போ க்ளோஸ் பண்ணிருந்தேன். பக்கத்துல தான் இருப்பாரு வீடு. அங்கேயே தான் இருப்பாரு. டீ எல்லாம் கிடைக்காதா? டீ கிடைக்கும். டீ கடை கிடையாது. அவர் டீ எல்லாம் வீட்டில் தான் போட்டு சாப்பிடுவோம். வீட்டில் தான் போட்டு சாப்பிட்டுக்கலாம். முதல்ல இருந்தே டீ கிடையாதா? இங்கே டீ கிடையாது இல்லை. கூடலூர் தான் போய் ஆகணும். கூடலூர் சின்ன ஜாமான் தட்டு கட்டது வாங்கிட்டு அப்படியே தான் ஓவரா பெய்யுது. வெத்தல்பாக்கு வீட்டெல்லாம் கிடைக்கும். சாப்பிட ஐட்டம் கிடைக்கும். மைதா அதெல்லாம் இருக்கா? அதெல்லாம் இருக்கும். நம்ம அவசரத்துக்கு தேவையானதெல்லாம் வாங்கிக்கலாம். மற்றதெல்லாம் வந்து டவுனுக்கு தான் போகும். எல்லாம் മറ്റതെല്ലാം ടൗണിലേക്ക് தான் പോയിக்கிறோம். റൈറ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ആരും ജോലിയില്ല കേട്ടോ. എല്ലാവരും വെറുതെ വീട്ടിലിരിക്കുകയാണ്. വെയിൽ വരുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. അതുവരെ ഇവിടെ ആർക്കും ജോലിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നു. ചെറിയ ചെറിയ വീടുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ നമുക്ക് ആരും കാണാൻ പോലും പറ്റിയില്ലായിരുന്നു. എല്ലാവരും തിരക്കിലായിരുന്നു. കാരണം സ്ത്രീകളൊക്കെ ആ തേയില പറിക്കാൻ പോണ ബിസിയായിരുന്നു. മറ്റുള്ള ആണുങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ പുറത്ത് പല ജോലിക്കും പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ പോയി വെയിലൊന്ന് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടുന്ന് എങ്ങോട്ട് നമ്മൾ പോവാം? കുറച്ച് അങ്ങോട്ട് പോയി നോക്കണോ? പോയി നോക്കാം. എന്താ അവിടെ ഒരു വീട് അതിൻ്റെ ഉള്ളിൽ. മലൻ്റെ മുകളിലുള്ള ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണത് ശരിക്കും. ഇവിടെ കാപ്പി കൃഷിയുണ്ട്, കണ്ടില്ലേ? കാപ്പിയുണ്ട്, തേയിലയുണ്ട്. അപ്പുറത്തേക്ക് വീടൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് അവസാനിക്കാൻ തോന്നുന്നു. അതാണ് അവസാനം വീട്. അവിടെ ഒന്നും ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്. അതാണ് അവസാന വീട്. അതിൻ്റെ അപ്പുറത്ത് വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കാം. എന്താണെന്നറിയില്ല. കാലിൽ വെറുതെ അട്ടടിക്കും പോലെ. കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് പാറകല്ലൊക്കെ കണ്ടോ ഇവിടെ. അവിടുന്ന് വെള്ളം ചാടുന്ന ശബ്ദമാണ്. അവിടെയൊക്കെ നല്ല ചാലുണ്ട് വെള്ളത്തിൻ്റെ. അത് കാണുന്നില്ല, പക്ഷെ നല്ല ശബ്ദം ഉണ്ടാവും. பரபரப்பு உண்டாக்குறது சும்மா வந்து என்ன நிலவரம்னு தெரிஞ்சுக்கலாம். வேலை இல்லாமல் மழை சேதம் அதெல்லாம் எல்லா இடத்துலையும் இருக்கிறது தானே. அதை நம்ம யாரையும் குறை சொல்ல முடியாது. இதெல்லாம் கடவுளோட இது தானே. அம்மா என்ன ஃபோனில் பேசிகிட்டு இருக்கு? அக்கா கோயம்புத்தூர்ல இருக்காங்க. கோயம்புத்தூர்லேருந்து வீடியோ காலில் வந்துட்டு இருக்காங்களா? வேலை இல்லை உங்க நீ அது ஒன்றும் செய்யாது, அது ஒன்றும் செய்யாது, அது கிடைக்காது. நீங்க ஒண்ணுமே அம்மா சந்தோஷமா பார்த்துட்டு இருக்கு. பேசுங்க பேசுங்க. தூக்கத்துக்கு அழுகுறானா? என்ன சாப்பாடு காலை இல்லையா? காலையில் சாப்பாட்டியா? உங்க வீடுங்களா? ഇവരുടെ വീട് ഒക്കെ എല്ലാവരും പണിയൊക്കെ ഇല്ലാതെ ഇങ്ങനെ വീട്ടിൻ്റെ ഉമ്മരത്തിരുന്നിട്ട് ഇങ്ങനെ സമയം കളയാം. അതാണിപ്പോൾ. ശരി, നമുക്ക് മുന്നോട്ട് പോകാം. இது என்னன்னா இதுக்குள்ள வீடு இது ஆள் இல்லை. இது போயிட்டாங்களா அங்கேருந்து? വേറെ இடத்துக்கு പോയിട്ടാங்களா? ഇവിടെ ഒരു വീടുണ്ട്, പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് ഒഴിവാക്കി പോയിട്ടൊന്നുമില്ല. ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് വേറൊരു വീട് വെച്ച് അങ്ങോട്ട് മാറി താമസം മാറിയിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടോ? வெள்ள பைப்பு. ஆனால் தண்ணி இந்த பைப்லைன் மேலே இருந்து வருதுங்களா? மேலே குடிக்கிற தண்ணி தானே? நல்ல தண்ணி. மலையிலேருந்து വരുന്ന വെള്ളമാണ്. പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. அங்கே டேங்கு இந்த மாதிரி ஏதாவது இருக்குல்ல? அங்கேருந்து பைப் போட்டு கொடுத்துருக்காங்க. ரைட். ஹலோ ஹலோ ஹலோ. அது சரி. വീട് ഒക്കെ ഇങ്ങനെ
ചെറിയ വീടുകളാണ്. അവിടെ വെള്ളം ചേർന്ന് അപ്പുറത്താട്ടോ. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തൂടെയാണ് വെള്ളം വരുന്നത്. അങ്ങനെ നമ്മൾ മുകളിൽ റൗണ്ട് അടിച്ചിട്ട് വന്നു. ഫുട്പാത്ത് റോഡ് മുകളിൽ റൗണ്ട് അടിച്ചിട്ട് വന്നു, താഴേക്ക് തന്നെ വന്നു. ഇനി ഇതിൻ്റെ താഴേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെള്ളം വരുന്നു. ഇത് നല്ല വെള്ളം കേട്ടോ, ഇത് ഡ്രൈനേജ് അല്ല, മലമേന്ന് വരുന്ന ഉറവ് വെള്ളമാണ്. അതാണ് ഇവിടുത്തെ കട. ഒറ്റ കടയേ ഉള്ളൂ. ഈ കട തുറക്കും. ഇതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ കുറച്ചുണ്ടാവും. മീൻസ് ഈ റവ, മൈദ, ചായപ്പൊടി, പഞ്ചസാര, കുറച്ച് അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം. ബാക്കിയുള്ളതെല്ലാം ഒരു പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വരുന്നതാണ് പറഞ്ഞത്. വൈകുന്നേരം അപ്പോഴൊക്കെ ആയിരിക്കും ഇത് തുറക്കുന്നത്. ഓക്കെ. നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി, ഗ്രീൻ ടീ, വൈറ്റ് ടീ, ലീഫ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, BOP, കട്ടൻ ചായക്കുള്ള പൊടികൾ, ഇങ്ങനത്തെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ട് പല ആൾക്കാർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കൂടാതെ ഏലം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഊട്ടിയിൽ പ്രിപ്പയർ ചെയ്യുന്ന വർക്കി, അതായത് ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കിയിരുന്ന അതേ ഓവനിൽ, വിറകടുപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഓവനിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ഊട്ടി വർക്കിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് അയച്ചു തരും. അങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ച് നമ്മൾ ബൈക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഈ വില്ലേജ് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. മഴയൊക്കെ പെയ്തതിന് ശേഷം എന്താ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വീടിൻ്റെ തുടക്കത്തിൽ ആ ഒരു സന്ദേശം വാട്സപ്പ് വഴി നിന്നിട്ടുള്ള പല സന്ദേശങ്ങൾ വല്ലാതെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവർ ഈ മലൻ്റെ അടിവാരത്ത് അന്തി ഉറങ്ങുന്ന ആളുകളായതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഭയമുണ്ട്. എന്നല്ലാതെ ഇപ്പോൾ അത് ഏകദേശം കുഴപ്പമില്ല. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാനിവിടെ നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ നമ്മുടെ ചായപ്പൊടിയൊക്കെ ആവശ്യമുള്ള ആൾ, നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി ചായപ്പൊടി ഒക്കെ ആവശ്യമുള്ള ആളുകൾ, ഊട്ടി വർക്കിയൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.